ഹലോ ഹായ് വണക്കം മക്കളെ വണക്കം. അങ്ങനെ ഇന്ന് അജയന്റെ രണ്ടാം മോഷണം എന്ന് പറയുന്ന മലയാളത്തിലെ തന്നെ അടുത്ത ഒരു 3D സിനിമ റിലീസാവുകയാണ്. ഇപ്പൊ ഈ ഓണത്തിന് സിനിമ ഉണ്ടാവും എന്നാണ് പറയുന്നത്. അപ്പൊ ഇതിന്റെ ഒരുപാട് കാര്യങ്ങൾ കേട്ടിട്ടുണ്ട്. സോ ജിതിൻ ലാൽ എന്ന് പറയുന്ന ഒരു സംവിധായകന്റെ 8 വർഷത്തെ പരിശ്രമമാണ് ഈ സിനിമ എന്നാണ് പറയുന്നത്. അങ്ങനെ എന്തായാലും ഒടുവിൽ ഇതിന്റെ ട്രെയിലർ പുറത്തു വന്നിരിക്കുകയാണ്. സോ നമുക്ക് ട്രെയിലർ ഒന്ന് കണ്ടു നോക്കാം. അതിനുശേഷം നമുക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കാം. അടിപൊളി അടിപൊളി. ഓ പൊളി. നൈസ്. ടോവിനോ, മണിയൻ, അജയൻ, കേളു. ഓ സ്വർണത്തിനേക്കാളും മൂല്യം എന്റെ ആകാശവും മണ്ണെല്ലാം ശ്വസിക്കുന്ന വായുവിന് വരെ ആള് പിടികിട്ടൂല. കൊള്ളാലോ, CG വർക്കൊക്കെ അടിപൊളി. ഇന്ന് കളവിന്റെ രാത്രിയാ. കളവെന്ന് വിചാരിക്കാത്ത നേട്ടാ സ്ഥലം. നൈസ്. വിഷ്വൽസ് ഒക്കെ പൊളി. അച്ചാച്ചനെ പോലെ ഞാനാണ് രാജാവിന്റെ പറയുന്നത്. ബുദ്ധിയില്ലാതെ കുറെ ചാവേറുണ്ടാവും. ഞാൻ കളിക്കുന്ന ഈ കളിക്ക് ഒരു ചാവേറാണ്. അതിരാത്രി ഒളിച്ചും പാത്തും വീട്ടിൽ കയറുന്നു. നിന്റെ ചോരന്റെ പൊങ്ങുള്ള ആക്ഷൻ സീക്വൻസ് ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. വിഷ്വൽ ട്രീറ്റ് ഉറപ്പായിട്ട്. പൊളി പൊളി. നൈസ്. ശരിക്കും പറഞ്ഞാൽ നല്ല പൊളി രസമുണ്ട് കേട്ടോ ട്രെയിലർ. വിഷ്വലി ഭയങ്കര രസമുണ്ട്. വിഷ്വലി ട്രീറ്റ് ആവും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതുപോലെ തന്നെ CG വർക്കുകളൊക്കെ കണ്ടപ്പോൾ തന്നെ നല്ലൊരു ക്വാളിറ്റി ഫീൽ ചെയ്തു. എസ്പെഷ്യലി നമ്മുടെ മലയാള സിനിമയിൽ CG വർക്കുകൾക്ക് പലപ്പോഴും നമുക്ക് നെഗറ്റീവായിട്ടുള്ള അഭിപ്രായങ്ങൾ പലയിടത്തും തോന്നിയിട്ടുണ്ട്. പക്ഷെ എന്നിരുന്നാൽ പോലും ഇതിനകത്ത് ഇപ്പൊ ഈ ട്രെയിലറിൽ നമ്മൾ കണ്ട വിഷ്വൽസ് ഒക്കെ ഭയങ്കര ക്വാളിറ്റി ഉണ്ട്, ഭയങ്കര രസമുണ്ട്. വിഷ്വലി നല്ലൊരു സംഭവമായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതുപോലെ തന്നെ ഞാൻ ശ്രദ്ധിച്ച വേറൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ടോവിനോടെ വോയിസ് മോഡുലേഷൻ ഒക്കെ ക്യാരക്ടറിന്, പ്രത്യേകിച്ച് ആ ലാസ്റ്റ് കള്ളർ എന്നൊക്കെ പറയുന്ന സാധനത്തിൽ അദ്ദേഹത്തിന്റെ വോയിസ് മോഡുലേഷൻ ഒക്കെ ചേഞ്ച് ചെയ്ത് പിടിച്ചിട്ടുണ്ട്. സോ ടോവിനോടെ ഒരു ഫിസിക് അപ്പിയറൻസ് വെച്ചിട്ട് പുള്ളിക്കാരന് ചെയ്യാൻ പറ്റുന്ന കുറെ ആക്ഷൻ സീക്വൻസ് ഇതിനകത്ത് എന്തായാലും ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അത് ട്രെയിലർ പ്രോമിസ് ചെയ്യുന്നുണ്ട്. പിന്നെ 3D-യിലാവുമ്പോഴത്തേക്കുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഇനി അത് പ്രസന്റ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതാണ്. മീൻസ് ഏറ്റവും കൂടുതൽ നമുക്ക് ഈ ആക്ഷൻ സീക്വൻസിലൊക്കെ ആ 3D-യുടെ എഫക്ട്സ് ഫീൽ ചെയ്യുമ്പോഴത്തേക്ക് ഭയങ്കര രസമായിരിക്കും. ഇപ്പൊ എനിക്ക് തോന്നുന്നതെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ആ അമ്പലത്തിനകത്തുള്ള കുറെ മിസ്റ്ററി സംഭവങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിനകത്തൊക്കെ തീഗോളങ്ങളും ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് ഒരു നൈസ് ഫീല് കിട്ടിക്കഴിഞ്ഞാൽ അത് തന്നെ വലിയൊരു കാര്യമാണ്. സോ എനിക്ക് തോന്നുന്നു ഈ ട്രെയിലർ അത്യാവശ്യം നല്ലൊരു പ്രോമിസിങ് ആയിട്ടുള്ള ഒരു ട്രെയിലർ തന്നെയാണ് നമുക്ക് തന്നിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഈ അജയന്റെ രണ്ടാം മോഷണമാണ്. സോ കേളുവും മണിയനും ഈ അജയനുമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു കോർ എലമെന്റ്, ഒരു കോർ പോയിന്റ് എവിടെയെങ്കിലും ഉണ്ടാവും. ആ പോയിന്റിൽ ഇവർ 3 പേരും ഒരു ട്രയാങ്കിൾ പോലെ വന്നിട്ട് അജയനിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഒരു സംഭവത്തിൽ വന്ന് നിൽക്കാനുള്ള ചാൻസസ് ആയിരിക്കും കൂടുതൽ. മീൻസ് അജയൻ ഉണ്ടാക്കി വെക്കുന്ന ആ ഒരു മോഷണം ബേസ് ചെയ്തിട്ടായിരിക്കും ഇവരുടെ 2 പേരുടെയും ലൈഫിനകത്ത് കണക്റ്റ് ആയി കിടക്കുന്നത്. അപ്പോൾ അച്ഛനാണെന്ന് പറയുന്നുണ്ട്, അച്ഛൻ നാടിനെ ജയിച്ചൊരു കള്ളനാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു സാഹചര്യം വെച്ചിട്ട് മകൻ ഇതുപോലൊരു കള്ളനാവുന്ന ഒരു സാഹചര്യവും ആ കള്ളനാകുന്ന സാഹചര്യത്തിൽ നിന്നുകൊണ്ട് പഴയ മിസ്റ്ററി ലൈഫിലേക്ക് കടന്നു പോവുകയും ആ മിസ്റ്ററിയിൽ ഉണ്ടായിരുന്ന പല മിസ്റ്ററികളെയും
പുറത്ത് കൊണ്ടുവരികയൊക്കെ ചെയ്യുന്നതായിരിക്കണം മേ ബി. ഇതുപോലെ തന്നെ ആ കാവിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ കാവും കാവിൻ്റെ ചുറ്റുപാടുമുള്ള അമ്പലവും അതിൻ്റെ ഭാഗങ്ങളിലും ഒക്കെ ബേസ് ചെയ്തിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മിസ്റ്ററികൾ അതായിരിക്കും ഈ സിനിമയുടെ ഒരു പ്രധാന ഇതിവൃത്തം എന്ന് പറയുന്നത്. സോ ടോട്ടലി കണ്ടു നോക്കുമ്പോൾ തന്നെ ഒരു ക്വാളിറ്റി ഫീൽ ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ് ആയിട്ടാണ് തോന്നിയത്. എനിവേ തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സാധനമായിരിക്കും. ആക്ച്വലി ഇതിനെക്കുറിച്ച് ഞാൻ കുറേ നാൾ മുമ്പ് സുരഭി ചേച്ചീനെ ഇൻ്റർവ്യൂ ചെയ്തതിന് ശേഷം സുരഭി ചേച്ചിയായിട്ട് സംസാരിക്കുമ്പോൾ സുരഭി ചേച്ചി എന്നെ എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്ന കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. സോ ഞാനത് ഇപ്പോഴും പറയുന്നില്ല. എനിവേ കാരണം അതിൻ്റെ ഒരു പ്രൊഡക്ഷൻ ക്വാളിറ്റി ഈ ട്രെയിലറിൽ നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ട്. അത് തന്നെ വലിയൊരു കാര്യമാണ്. സോ മലയാളത്തിൽ നല്ല ഒരു മേക്കിംഗ് ഉള്ള നല്ല ഒരു മൂവിയായി മാറട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. കാരണം മിന്നൽ മുരളി നമുക്ക് തിയേറ്ററിൽ മിസ്സായി പോയിട്ടുണ്ട്. സോ അതിൻ്റെ ക്ഷീണം മാറ്റാൻ അജയൻ്റെ രണ്ടാം മോഷണത്തിന് സാധിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. അതുപോലെ തന്നെ ഞാൻ മുമ്പ് എപ്പോഴോ പറഞ്ഞിട്ടുണ്ട്, മിന്നൽ മുരളി ഒന്ന് റിലീസ് ചെയ്താൽ കുറെ കൂടെ പൊളിയായിരിക്കും എന്ന് ഞാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. കാരണം അത് തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന പ്രേക്ഷകരിൽ ഒരാളാണ് ഞാൻ. എനിവേ അജയൻ്റെ രണ്ടാം മോഷണം നല്ലൊരു ത്രില്ലർ ബേസ്ഡ് ആയിട്ടുള്ള ഒരു കിടിലൻ ആക്ഷൻ മൂവി ആയിരിക്കട്ടെ എന്ന് ആഗ്രഹിക്കാം. സോ അത് പ്രോമിസ് ചെയ്യുന്ന ട്രെയിലറാണല്ലോ നമുക്ക് കിട്ടിയിരിക്കുന്നത്. എനിവേ സിനിമ തിയേറ്ററിൽ തന്നെ നമുക്ക് കണ്ട് വിലയിരുത്താം. സോ ചാനൽ വരുന്ന വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഒപ്പം വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക, കൂടെ കൂട്ടുക. നമുക്ക് കട്ടൊക്കെ മുന്നോട്ട് പോകാം. നിങ്ങളുടെ സപ്പോർട്ട് മാത്രമാണ് നമ്മുടെ വിജയം എന്ന് പറയുന്നത്. സോ പുതിയ വീഡിയോസോടെ വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.